ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങളിൽ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലെ സോഴ്സസ് ഓഫ് എനർജിയിലെ സോളാർ എനർജി, ടൈഡൽ എനർജി, ജിയോ തെർമൽ എനർജി എന്നീ ടോപ്പിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ എനർജി റിസോഴ്സസ് വിച്ച് ആർ ബീങ് യൂസ്ഡ് ഫോർ മെനി ഡെക്കേഡ്സ് ആർ നോൺ ആസ് കൺവെൻഷണൽ എനർജി സോഴ്സസ്, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്, പ്രൈമറി എനർജി സോഴ്സസ്, ഫ്യൂവൽ സെൽസ്. അപ്പോൾ നമുക്ക് എനർജി സോഴ്സസ് നമ്മൾ പഠിക്കാൻ നേരം അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ യൂസ്. കൺവെൻഷണൽ എനർജി സോഴ്സസ് ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. അപ്പം വർഷങ്ങളായിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സോഴ്സസ് ഓഫ് എനർജിയാണ് കൺവെൻഷണൽ സോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വിറക്, അതായത് ഫ്യൂവൽ വുഡ്, അല്ലെങ്കിൽ പെട്രോളിയം, ഡീസൽ, ഇതെല്ലാം കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിയാണ്. ഇനിയും അത്ര കോമൺ അല്ലാത്ത സോഴ്സസ് ഓഫ് എനർജിയാണ് നമ്മൾ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ജിയോ തെർമൽ എനർജി, അല്ലെങ്കിൽ സോളാർ എനർജി, വിൻഡ് എനർജി, ഇതെല്ലാം അത്ര കോമൺ അല്ല. റീസെൻ്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത സോഴ്സസ് ഓഫ് എനർജീസാണ്. അപ്പോൾ അങ്ങനെ അത്ര കോമൺ അല്ലാത്ത സോഴ്സസിനെയാണ് നമ്മൾ നോൺ കൺവെൻഷണൽ സോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഇനി എക്സാമിന് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ കൺവെൻഷണൽ സോഴ്സ് ഏതാണ് അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ സോഴ്സ് ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ കൺവെൻഷണൽ സോഴ്സസിൻ്റെ എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ കോലുണ്ട്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഫയർവുഡ് ഓർ ഫ്യൂവൽ വുഡ്. നമ്മൾ വിറകൊക്കെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൺവെൻഷണൽ സോഴ്സസിൽ വരും. ഇനി നോൺ കൺവെൻഷണൽ സോഴ്സസിൻ്റെ എക്സാമ്പിൾസ് ആണ് സോളാർ എനർജി, വിൻഡ് എനർജി, ഹൈഡ്രോ പവർ എനർജി, ടൈഡൽ പവർ, അതായത് നമ്മൾ ടൈഡൽ എനർജി, പിന്നെ ബയോമാസ്, ബയോ ഫ്യൂവൽ എനർജി, ജിയോ തെർമൽ എനർജി, ഇതെല്ലാം നോൺ കൺവെൻഷണൽ സോഴ്സസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എനർജി സോഴ്സസ് വിച്ച് ആർ ബീങ് യൂസ്ഡ് ഫോർ മെനി ഡെക്കേഡ്സ്, അതായത് വർഷങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സസ് ഓഫ് എനർജിയാണ്. അതായത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സസ് ഓഫ് എനർജിയാണ് കൺവെൻഷണൽ എനർജി സോഴ്സസ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. Types of tidal energy generators which use a large dam is known as lagoon, tidal stream, barrages, none of the options. ഓക്കെ, അപ്പോൾ ടൈഡൽ എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈഡൽ എനർജിയിൽ എന്താ ചെയ്യുന്നത്? നമുക്ക് ടൈഡൽ വേവ്സ് വരുമ്പോൾ അതിൻ്റെ എനർജി നമ്മളൊരു ടൈഡൽ വേവ്സിൻ്റെ എനർജിയെ നമ്മളൊരു ടർബൈൻ യൂസ് ചെയ്ത് നമ്മളതിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പിന്നെ ഇലക്ട്രിക് എനർജി ആയിട്ട് മാറ്റുന്നു. ഈ ടൈഡൽ എനർജി നമുക്ക് സോഴ്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ടൈഡൽ എനർജി നമുക്ക് 3 രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ടൈഡൽ എനർജി യൂസ് ചെയ്യാൻ പറ്റും. ടൈഡൽ സ്ട്രീം സിസ്റ്റംസ് ആയിട്ട് യൂസ് ചെയ്യും. ടൈഡൽ സ്ട്രീം സിസ്റ്റംസിൽ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അഡീഷണൽ കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യാതെ തന്നെ ടൈഡ്സിൻ്റെ വേലിയിറക്കം, വേലികയറ്റം, അപ്പോൾ വേവ്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ എനർജിയെ നമ്മളൊരു ടർബൈൻ യൂസ് ചെയ്ത് നമ്മൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പിന്നീട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അഡീഷണൽ കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യാതെ ഈ വേവ് വരുന്ന പാത്തിൽ നമ്മൾ ഇതേപോലത്തെ ചെറിയ ടർബൈൻസ് ഒക്കെ പ്ലേസ് ചെയ്ത് നമ്മൾ ടൈഡൽ എനർജി ജനറേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് അതിനെ ടൈഡൽ സ്ട്രീം സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്കൊരു ടൈഡൽ സ്ട്രീം സിസ്റ്റം അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെറിയ ടർബൈനെ നമുക്ക് കാണാം. ഇനി അടുത്തത് ടൈഡൽ ബരാജസ് ആണ്. ടൈഡൽ ബരാജസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡാം പോലത്തെ കൺസ്ട്രക്ഷൻ നമ്മൾ ഈ ടൈഡൽ എനർജിയെ സോഴ്സ് ചെയ്യാനായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു.
അപ്പോൾ അതിൽ നമുക്ക് സ്ലൂയിസ് ഗേറ്റ്സ് കാണും, ഈ ബരാജ് സിസ്റ്റം അതായത് ഡാം പോലത്തെ സിസ്റ്റം കാണും. അതായത് നമ്മൾ വാട്ടറിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കെട്ടി നിർത്താനായിട്ട് നമ്മളൊരു സ്ട്രക്ചർ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന വഴി ഈ ഒരു സ്ലൂയിസ് ഗേറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ബരാജിൻ്റെ 2 സൈഡിലെ വാട്ടർ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ വാട്ടർ ലെവൽ പൊങ്ങുന്നവരെ നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്ത് വെക്കുന്നു. പിന്നീട് നമ്മൾ ഈ ഗേറ്റ്സ് ഓപ്പൺ ചെയ്യും. ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഹൈ ലെവലിലുള്ള വെള്ളം ലോ ലെവലിലുള്ള സൈഡിലേക്ക് ഒഴുകി വരും വിത്ത് പ്രഷർ. അപ്പോൾ ഈ എനർജിയാണ് നമ്മൾ ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ടൈഡൽ ബരാജസിൽ ടൈഡൽ എനർജിയെ കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നത്. പിന്നുള്ള മൂന്നാമത്തെ ഫോമാണ് ടൈഡൽ ലഗൂൺസ് കൺസ്ട്രക്ട് ചെയ്യുക എന്നത്. ഈ ടൈഡൽ ലഗൂൺസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മുടെ കോസ്റ്റൽ ഏരിയാസിലാണ്. കോസ്റ്റൽ ഏരിയാസിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലത്തെ ആർട്ടിഫിഷ്യൽ ലഗൂൺസ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഒരു സൈഡിലായിട്ട് നമ്മൾ ഹൈ ലഗൂൺ എന്ന് റെഫർ ചെയ്യുന്ന സൈഡിൽ നമ്മൾ വെള്ളം കെട്ടി നിർത്തുന്നു. അപ്പം നമ്മൾ ടൈഡൽ ബരാജിൻ്റെ കേസിൽ പറയുന്ന കൂട്ട് തന്നെ വാട്ടറിൻ്റെ ലെവൽ പൊങ്ങുന്നവരെ നമ്മൾ വെള്ളത്തെ കെട്ടി നിർത്തും. എന്നിട്ട് അതിനെ ഈ ലോ ലഗൂൺ ഏരിയയിലേക്ക് ഒഴുക്കി വിടാൻ ശ്രമിക്കും. അപ്പോൾ ഈ ഒഴുക്കി വിടുന്ന പാത്തിൽ നമ്മൾ ഇതേപോലത്തെ ടർബൈൻസ് പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പം കെട്ടി നിർത്തി വാട്ടർ പർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിയുമ്പോഴേക്കും ഈ ലോ ലഗൂണിലേക്ക് ഇതിനെ തുറന്നു വിടുന്നു ത്രൂ ദ ടർബൈൻ ഹൗസ്. അപ്പോൾ ഇവിടെയുള്ള ടർബൈൻസ് ഈ എനർജിയെ ടൈഡൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നീട് ഈ ലോ ലഗൂണിൽ സീ ഗേറ്റ് വഴി നമ്മൾ ഈ വെള്ളത്തിനെ വീണ്ടും കടലിലേക്ക് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ടൈഡൽ എനർജി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഡാം ലൈക്ക് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് ടൈഡൽ എനർജി സോഴ്സ് ആണെന്നാണ്. അപ്പോൾ ബരാജ് സിസ്റ്റമാണ് നമുക്ക് ഡാം ലേക്ക് കൺസ്ട്രക്ഷൻ, അതായത് വാട്ടറിൻ്റെ ഫ്ലോയെ നമ്മൾ കെട്ടി നിർത്താനായിട്ട് ഡാം ലേക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ടൈഡൽ ബരാജ് സിസ്റ്റത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ടർബൈൻ ഇസ് കോമൺലി യൂസ്ഡ് ഇൻ ടൈഡൽ എനർജി? ഫ്രാൻസിസ് ടർബൈൻ, കപ്ലൻ ടർബൈൻ, പെൽറ്റൺ വീൽ, ഗോർലോഫ് ടർബൈൻ. നമുക്കറിയാം ടൈഡൽ എനർജിയിൽ നമുക്ക് ഉണ്ടാകുന്ന സോഴ്സസ് അല്ലെങ്കിൽ ഈ എനർജി ടൈഡൽ വേവ്സ് വഴിയുള്ള എനർജി വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അപ്പോൾ വലിയ ഹൈ എനർജി നമുക്ക് കിട്ടാൻ ചാൻസസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കപ്ലാൻ ടർബൈൻസ് ആണ് ടൈഡൽ എനർജി സോഴ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. കപ്ലാൻ ടർബൈൻ ഇസ് എ പ്രൊപ്പല്ലർ ടൈപ്പ് റിയാക്ഷൻ ടർബൈൻ ദാറ്റ് ഇസ് യൂഷ്വലി ഇമേഴ്സ്ഡ് കംപ്ലീറ്റ്ലി ഇൻ ദ ഫ്ലൂയിഡ് ഇറ്റ് ഡിറൈവ്സ് എനർജി ഫ്രം. Coupling turbine is beneficial in such a way that it is able to operate in lower pressure situations, whereas Pelton or Francis turbines cannot. അപ്പോൾ ലോ പ്രഷർ എനർജി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, കാരണം വേവ്സ് വഴി ജനറേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ ഫ്ലക്ച്വേറ്റിങ്ങും ആയിരിക്കും. എപ്പോഴും നല്ല എനർജി നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കപ്ലാൻ ടർബൈൻസ് ആണ് ടൈഡൽ എനർജി സോഴ്സ് ചെയ്യാനായിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് ടേൺഡ് ഇൻ ടു ഡാഷ് എനർജി ഇൻ ടൈഡൽ ബരാജ് മെത്തേഡ്. കൈനറ്റിക് എനർജി, മെക്കാനിക്കൽ എനർജി, കെമിക്കൽ എനർജി, സ്റ്റാറ്റിക് എനർജി. ഓക്കെ, നമ്മൾ ബരാജ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു വെള്ളം ഒരു ഹൈ ലെവൽ ആകുന്നവരെ നമ്മൾ കെട്ടി നിർത്തുന്നു. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജിയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഈ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ പിന്നീട് ഗേറ്റ് തുറക്കുമ്പോൾ സ്ലൂയിസ് ഗേറ്റ്സ് തുറക്കുമ്പോൾ അവിടുത്തെ ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഈ മെക്കാനിക്കൽ എനർജിയാണ് പിന്നീട് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ജനറേറ്റേഴ്സ് യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, മെക്കാനിക്കൽ എനർജി. വാട്ട് ഇസ് എ സോളാർ കൂളിംഗ് ടെക്നോളജി? ഇനി നമ്മൾ സോളാർ എനർജി എന്ന ടോപ്പിക്കിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഇവിടെ സോളാർ കൂളിംഗ് ടെക്നോളജിയെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സൺസ് തെർമൽ എനർജി ഈസ് ട്രാൻസ്ഫർ ടു എ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് വിച്ച് പാസസ് ത്രൂ എ ഹീറ്റ് എക്സ്ചേഞ്ചർ. Sun's thermal energy is transferred to a heat transfer solid which passes through a heat exchanger. Sun's nuclear energy is transferred to a heat transfer fluid which passes through a cold exchanger. Sun's thermal energy is transferred to a heat transfer fluid which passes through a cold exchanger. ഓക്കെ, ഇപ്പോൾ സോളാർ എനർജിയിൽ നമ്മളെപ്പോഴും ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഫ്ലൂയിഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് സോളാർ സെൽസ് കളക്ട് ചെയ്യുന്ന ആ ഹീറ്റ് എനർജിയെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഫ്ലൂയിഡാണ് അബ്സോർബ് ചെയ്യുന്നത്. ഈ ഫ്ലൂയിഡ് ഹീറ്റപ്പ് ആവുകയും പിന്നീട് അത് നമുക്ക് ഹീറ്റ് ചെയ്യേണ്ടത്, ഇപ്പം നമ്മൾ ഹീറ്റിംഗ് പർപ്പസസിനായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ വെള്ളമൊക്കെ ചൂടാക്കാനാണെങ്കിൽ ഈ വെള്ളത്തിലേക്ക് ഈ ഹീറ്റ് എക്സ്ചേഞ്ച് ഫ്ലൂയിഡാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിലും ഈ ഹീറ്റ് എക്സ്ചേഞ്ച് ഫ്ലൂയിഡാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർത്തോളുക, നമ്മൾ സോളാർ എനർജിയിൽ നമ്മൾ എപ്പോഴും ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് ഫ്ലൂയിഡാണ് യൂസ് ചെയ്യുന്നത്. അവിടെ സോളിഡ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹീറ്റ് എക്സ്ചേഞ്ച് ഫ്ലൂയിഡാണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുന്നത്. ഇനി ഈ ഹീറ്റ് ട്രാൻസ്ഫർ ഹീറ്റിംഗ് പർപ്പസസിനും ആകാം, കൂളിംഗ് പർപ്പസസിനും ആകാം. അപ്പോൾ അതുകൊണ്ട് ഹീറ്റിംഗ് ആയാലും കൂളിംഗ് ആയാലും നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ച്
ഫ്ലൂയിഡാണ് യൂസ് ചെയ്യുന്നത് എന്നത് ഓർത്തോണം. ഇനി സൺസ് തേർമൽ എനർജിയാണോ അതോ സൺസ് ന്യൂക്ലിയർ എനർജിയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ സോളാർ എനർജിയിൽ സൂര്യൻ്റെ ഹീറ്റ് എനർജി തേർമൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ എയിലായിരിക്കും വരുന്നത്. സൺസ് തേർമൽ എനർജി ഇസ് ട്രാൻസ്ഫർ ടു എ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡ് വിച്ച് പാസസ് ത്രൂ എ ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, അപ്പോൾ സൂര്യൻ്റെ തേർമൽ എനർജിയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഓർത്തോളൂ. അതേപോലെ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്ലൂയിഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വിച്ച് പാസസ് ത്രൂ ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ് അബൌട്ട് സോളാർ എനർജി? ഇറ്റ് ഈസ് എ റിന്യൂവബിൾ ആൻഡ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. It is a non-renewable and non-conventional source of energy. It is a renewable and non-conventional source of energy. It is a non-renewable source of energy. അപ്പം നമ്മൾ കൺവെൻഷണൽ സോഴ്സസിനെ കുറിച്ച് പറയുമ്പോൾ സോളാർ എനർജി ഒരു നോൺ കൺവെൻഷണൽ സോഴ്സ് ആണ് എന്ന് നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഇനി എന്താണ് റിന്യൂവബിൾ എനർജി ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി? റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് വെച്ചാൽ നമുക്ക് റീപ്ലെനിഷ് ചെയ്യാൻ പറ്റുന്ന, അതായത് അത് എക്സോസ്റ്റഡ് ആവത്തില്ല, എത്ര യൂസ് ചെയ്താലും അത് തീർന്നു പോവാത്ത സോഴ്സസ് ഓഫ് എനർജിയാണ് നമ്മൾ റിന്യൂവബിൾ സോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സോളാർ എനർജി, വിൻഡ് എനർജി, ഇതെല്ലാം റിന്യൂവബിൾ സോഴ്സസ് ആണ്. ടൈഡൽ എനർജി, ഇതെല്ലാം റിന്യൂവബിൾ ആണ്, എത്ര യൂസ് ചെയ്താലും തീരത്തില്ല. എന്നാൽ നോൺ റിന്യൂവബിൾ സോഴ്സസ് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് തീർന്നു പോകുന്ന സോഴ്സസ് ഓഫ് എനർജിയാണ് നോൺ റിന്യൂവബിൾ സോഴ്സസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ കോല്, പെട്രോളിയം, ഇതെല്ലാം ഒരുപാട് ഡെക്കേഡ്സോളം പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും മണ്ണിൻ്റെ അടിയിലിരുന്ന് ഇപ്പം ഓർഗാനിക് മാറ്ററിൻ്റെ ഡീകമ്പോസിഷനും ഒക്കെ വഴി ഫോം ചെയ്ത് ഫ്യൂവൽസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് തീർന്നു പോകും. ഇത് വീണ്ടും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വീണ്ടും വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് കൂടുതൽ യൂസ് ചെയ്യുന്നതനുസരിച്ച് പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം നോൺ റിന്യൂവബിൾ സോഴ്സസിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. ഇവിടെ ക്വസ്റ്റനിൽ ചോദിച്ചിരുന്നത് സോളാർ എനർജിയുടെ കേസായിരുന്നു. അപ്പോൾ സോളാർ എനർജി ഇസ് എ റിന്യൂവബിൾ സോഴ്സ്. നമ്മൾ എത്ര യൂസ് ചെയ്താലും തീരാത്തൊരു സോഴ്സ് ഓഫ് എനർജിയാണ്. സൂര്യനുള്ളിടത്തോളം നമുക്ക് സോളാർ എനർജി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് എ റിന്യൂവബിൾ ആൻഡ് എ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ കറക്റ്റ് ആൻസർ വരാൻ പോകുന്നത് ഓപ്ഷൻ സി ആണ്, റിന്യൂവബിൾ ആൻഡ് നോൺ കൺവെൻഷണൽ. അടുത്തത്, വാട്ട് ഇസ് ദ മെയിൻ പൊട്ടൻഷ്യൽ വാട്ടർ പൊല്യൂട്ടൻറ്റ് ഫ്രം എ ജിയോ തെർമൽ റിസർവോയർ? ഓക്കെ, ഇനി നമുക്ക് ജിയോ തെർമൽ എനർജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജിയോ തെർമൽ റിസർവോയർ വഴി നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൊരു പോസിബിൾ പൊല്യൂട്ടൻറ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ജിയോ തെർമൽ എനർജി നമ്മൾ എന്താണെന്നുള്ള ആദ്യം പറയാം. ഇപ്പോൾ ജിയോ തെർമൽ എനർജിയിൽ നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റിനടിയിലുള്ള വാട്ടർ, നമ്മളെ എർത്തിൻ്റെ കോറ് ഹൈ ടെമ്പറേച്ചറിലാണെന്നുള്ളത് അറിയാം. അപ്പോൾ ഈ കോറിൻ്റെ ഹൈ ടെമ്പറേച്ചർ കാരണം ഈ ക്രസ്റ്റിനടിയിലുള്ള വാട്ടർ സോഴ്സസ് ഒക്കെ, അതായത് കോറിനടുത്ത് കിടക്കുന്ന വാട്ടർ സോഴ്സസ് ഒക്കെ ഹീറ്റപ്പ് ആവും. അപ്പോൾ ഹീറ്റപ്പ് ആയിട്ട് പലതും സ്റ്റീമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റീമിനെ നമ്മൾ ടാപ്പ് ചെയ്ത് നമ്മുടെ സർഫസിലേക്ക് എത്തിക്കുന്നു. ആ സ്റ്റീം യൂസ് ചെയ്ത് ഒന്നെങ്കിൽ നമ്മൾ ഹീറ്റിംഗ് പർപ്പസസിനായിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ജിയോ തെർമൽ എനർജിയിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു ജിയോ തെർമൽ പവർ പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എർത്തിൻ്റെ ക്രസ്റ്റിനടിയിൽ നിന്ന് നമ്മൾ ഈ സ്റ്റീമിനെ അല്ലെങ്കിൽ ഹോട്ട് വാട്ടറിനെയൊക്കെ പമ്പപ്പ് ചെയ്യുമ്പോൾ ഈ ക്രസ്റ്റിനടിയിലുള്ള ഒരു പർട്ടിക്കുലർ പൊല്യൂട്ടൻ്റ് സർഫസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പൊല്യൂട്ടൻ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൾഫറാണ് നമുക്ക് ഈ ജിയോ തെർമൽ പവർ പ്ലാന്റ്സിൽ നമുക്ക് ടാപ്പ് ചെയ്യാൻ, സർഫസിലേക്ക് കൊണ്ടുവരുമ്പോൾ, എർത്തിൻ്റെ അടിയിൽ നിന്നും സർഫസിലേക്ക് കൊണ്ടുവരുമ്പോൾ വരാൻ ചാൻസസ് ഉള്ളൊരു പൊല്യൂട്ടൻ്റ്. The main water pollutant from a geothermal reservoir is sulfur. This is because underground reservoirs contain large amounts of sulfur and other minerals. അപ്പോൾ നമ്മൾ ഈ സ്റ്റീമിനെ അല്ലെങ്കിൽ ഹോട്ട് വാട്ടറിനെയൊക്കെ സർഫസിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഈ പൊല്യൂട്ടൻ്റായ സൾഫർ കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. How does a geothermal power plant prevent the leakage of sulfur into environment? By trapping it inside the reservoir during extraction of hot water, by trapping it inside the reservoir before extraction of hot water, by disposing it into water bodies, by using a closed loop water system. Okay. ഇപ്പോൾ ജിയോ തെർമൽ റിസർവോയറിൽ ഈ പൊല്യൂട്ടൻറ്റ് സൾഫറിൻ്റെ പൊല്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജിയോ തെർമൽ പവർ പ്ലാന്റ്സ് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം യൂസ് ചെയ്യുക എന്നതാണ്. അതായത് ഈ സൾഫറിനെ അല്ലെങ്കിൽ സ്റ്റീമിനെ ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ പെർമിറ്റ് ചെയ്യാതെ ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ തന്നെ ഈ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഫിഗറിൻ്റെ ഹെൽപ്പോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം.
അപ്പം നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാം, നമ്മുടെ എർത്തിൻ്റെ കോറിനടുത്തുള്ള സർഫസിൽ നിന്ന്, ഡീപ്പായിട്ടുള്ള സർഫസിൽ നിന്നും ഹോട്ട് വാട്ടർ മുകളിലേക്ക് പമ്പ് ചെയ്യുന്നു. ഈ ഹോട്ട് വാട്ടർ ഇപ്പോൾ ചിലപ്പോൾ സ്റ്റീമായിട്ട് തന്നെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ഹോട്ട് വാട്ടർ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇതിനെ സ്റ്റീമാക്കി മാറ്റും. അതായത് നമ്മൾ പുറമേ നിന്ന് ഹീറ്റ് കുറച്ച് പ്രൊവൈഡ് ചെയ്ത് ഇതിനെ സ്റ്റീമാക്കി മാറ്റിയിട്ട് ഈ സ്റ്റീം യൂസ് ചെയ്ത് ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഈ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് ഇതൊരു ജനറേറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുകയും പിന്നീട് ഈ സ്റ്റീമിനെ നമ്മൾ കൂളിംഗ് ടവേഴ്സിൽ ഇട്ട് വാട്ടറൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മൾ കൂള് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അപ്പോഴും ഡയറക്റ്റ് കോൺടാക്റ്റ് എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ വാട്ടറുമായിട്ട് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കൂള് ചെയ്യിപ്പിച്ചിട്ട് പിന്നീട് ഇതിനെ താഴോട്ട്, ഈ വെള്ളത്തിനെ കൂള് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റീമിനെ കൂള് ചെയ്യുമ്പോൾ കിട്ടുന്ന വെള്ളത്തിനെ താഴേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വീണ്ടും ഗ്രൗണ്ടിൻ്റെ അണ്ടറിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം തന്നെ വീണ്ടും കോറിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് വീണ്ടും ഹോട്ടായി മാറുകയും ഇത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ സൈക്ലിക് പ്രോസസ്സായിട്ട് നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ജിയോ തെർമൽ പവർ പ്ലാന്റ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലായി ഇതൊരു ക്ലോസ്ഡ് ലൂപ്പായിട്ടാണ് നടക്കുന്നത്. അതായത് ഈ വെള്ളത്തിനെ അല്ലെങ്കിൽ സ്റ്റീമിനെ നമ്മൾ എൻവയൺമെൻറ്റിലേക്ക് തുറന്നു വിടുന്നില്ല. ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനെ കൂള് ചെയ്ത് വീണ്ടും താഴേക്ക് തന്നെ നമ്മുടെ എർത്തിൻ്റെ അണ്ടറിലേക്ക് തന്നെ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സൾഫർ പോലുള്ള പൊല്യൂട്ടൻസ് നമുക്ക് എൻവയൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ജിയോ തെർമൽ പവർ പ്ലാന്റിൽ സൾഫറിൻ്റെ ലീക്കേജ് അല്ലെങ്കിൽ മറ്റ് പൊല്യൂട്ടൻസിൻ്റെ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ബൈ യൂസിങ് എ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following gases is commonly emitted into the atmosphere from an open loop geothermal system? ഹൈഡ്രജൻ സൾഫൈഡ്, ഹൈഡ്രജൻ, കാർബൺ, സിലിക്കൺ. ഓക്കെ, ഇപ്പം നമ്മൾ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഇതേപോലെ തന്നെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റമാണ് ജിയോ തെർമൽ പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ ഗ്യാസിനെ അല്ലെങ്കിൽ സ്റ്റീമിനെ അല്ലെങ്കിൽ ഹോട്ട് വാട്ടറിനെയൊക്കെ പുറത്തേക്ക് എൻവയൺമെൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻറ്ററാക്ട് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം. അപ്പോൾ ഇങ്ങനത്തെ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആണ് എങ്കിൽ റിലീസ് ആകാൻ ചാൻസ് ഉള്ള ഒരു പൊല്യൂട്ടൻറ്റ്, ഒരു ഗ്യാസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ദ ആൻസർ ഇസ് ഹൈഡ്രജൻ സൾഫൈഡ്. അപ്പം സൾഫർ പൊല്യൂട്ടൻ്റ് ആയിട്ട് റിലീസ് ആവുമെന്ന് പറഞ്ഞു. അതേപോലെ ഗ്യാസ് ഫോമിൽ പോകുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസും റിലീസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് പിന്നീട് അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ റിലീസ് ചെയ്യുവാണെങ്കിൽ ഇത് പിന്നീട് സൾഫർ ഡയോക്സൈഡ് ഒക്കെ ഫോം ചെയ്യാനും പിന്നീട് ആസിഡ് റെയിൻ പോലുള്ള ഇഷ്യൂസിലേക്ക് അത് പ്രൊസീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഹൈഡ്രജൻ സൾഫൈഡ്. Hydrogen sulfide is commonly emitted into the atmosphere from an open loop geothermal system. Hydrogen sulfide reacts and changes into sulfur dioxide. Sulfur dioxide contributes to the formation of acid rain which is harmful to the environment. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ 2025 ആദ്യ മാസങ്ങൾ തന്നെ ഉണ്ടാകും. ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.